ബാങ്കിങ് ലോണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോനകത്ത് നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ ഓൾറെഡി കൊമേഴ്ഷ്യൽ ബാങ്ക്സിനെ പറ്റി പറഞ്ഞു, ടൈപ്സ് ഓഫ് ബാങ്ക്സിൽ. നെക്സ്റ്റ് സെഗ്മെൻറ്റിലുള്ളതാണ് കോപ്പറേറ്റീവ് ബാങ്കിങ് സിസ്റ്റം. കോപ്പറേറ്റീവ് ബാങ്കിങ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ വില്ലേജ് ലെവൽ അല്ലെങ്കിൽ ഗ്രാസ് റൂട്ട് ലെവൽ തൊട്ടിട്ട് ബാങ്കിങ്ങിൻ്റെ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള ഇൻറ്റൻഷനോട് കൂടി വന്നിട്ടുള്ളതാണ് കോപ്പറേറ്റീവ് ബാങ്കിങ് സിസ്റ്റം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പറേറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സഹകരണ ബാങ്കുകളാണ്. ഈ കോപ്പറേറ്റീവ് ബാങ്ക് ഈസ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി registered or deemed to have been registered under any state or central ആക്ടിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സൊസൈറ്റി, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത്. ഇഫ് എ കോപ്പറേറ്റീവ് ബാങ്ക് ഈസ് ഓപ്പറേറ്റിംഗ് ഇൻ മോർ ദാൻ വൺ സ്റ്റേറ്റ്, ദി സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഈസ് ആപ്ലിക്കബിൾ. ഒരു സ്റ്റേറ്റിലല്ലാതെ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റുകളിൽ ആ കോപ്പറേറ്റീവ് ബാങ്ക് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആപ്ലിക്കബിൾ ആണ്. അല്ലാത്ത പക്ഷമാണ് സ്റ്റേറ്റ് ലോസ് ആണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ബേസിക്കലി ഈ ഒരു കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഗ്രികൾച്ചർ അല്ലെങ്കിൽ വില്ലേജ് ലെവലിലുള്ള അഗ്രികൾച്ചർ, റീറ്റെയിൽ ട്രേഡ്, സ്മോൾ ആൻഡ് മീഡിയം ഇൻഡസ്ട്രി, അതേപോലെ തന്നെ സെൽഫ് എംപ്ലോയിഡ് ബിസിനസ്മെൻ ഒക്കെ ഉണ്ടാവില്ലേ, യൂഷ്വലി എന്താ പറയുക, അർബൻ, സെമി അർബൻ, റൂറൽ ഏരിയാസിലൊക്കെ ഉള്ള ഇവരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അവരുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ, കാറ്റർ ചെയ്ത് കൊടുക്കാനായിട്ടുള്ളതാണ്. സോ കോപ്പറേറ്റീവ് ബാങ്ക്സിൻ്റെ കേസിൽ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു കോപ്പറേറ്റീവ് ബാങ്കുകളുടെ മെമ്പേഴ്സ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇനി നമ്മൾ പറയുന്നത് കോപ്പറേറ്റീവ് ബാങ്കുകളുടെ ടൈപ്സ് ആണ്. ഇത് നമ്മൾ ജസ്റ്റ് എന്താണെന്ന് പറഞ്ഞതാണ്. ടൈപ്സിൽ തന്നെ 3 ടൈപ്പാണ് പറയുന്നത്. ഷോർട്ട് ടേം അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ലോങ് ടേം അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ്. പിന്നെ ഇതിനകത്ത് ആ ഒരു ടേമിൽ നിന്ന് തന്നെ എന്താണെന്ന് അറിയാമല്ലോ, ഷോർട്ട് ടേം അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ടേമിലേക്ക് അഗ്രികൾച്ചറിന് വേണ്ടിയിട്ടുള്ള ക്രെഡിറ്റ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ബേസ് ലെവലിലാണ് പ്രൈമറി അഗ്രികൾച്ചറൽ നീഡുകൾ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഡിസ്ട്രിക്ട് ലെവലിൽ ആണെങ്കിൽ അവിടെ ഡിസ്ട്രിക്ട് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കും, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കാണ് സ്റ്റേറ്റ് ലെവലാണെങ്കിൽ. ഇനി ലോങ് ടേം അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോങ് ടേമിലേക്കുള്ളതാണ്. അതിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് SCADBs അതേപോലെ തന്നെ പ്രൈമറി കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് PCADBs ആണ് ഉള്ളത്. അതിൻ്റെ ഷോർട്ടാണ് പറഞ്ഞത്. പിന്നെ പറയുന്നതാണ് ഏർബൻ കോപ്പറേറ്റീവ് ബാങ്ക്. ഏർബൻ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർമലി അതിനെ ഡിഫൈൻ ഒന്നും ചെയ്തിട്ടില്ല. ബേസിക്കലി അവർ നോൺ അഗ്രികൾച്ചറൽ പേർപ്പസുകൾക്കാണ് ലോൺ, ക്രെഡിറ്റ് കാര്യങ്ങൾ കൊടുക്കുന്നത്, ആ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു ഈ കോപ്പറേറ്റീവ് ബാങ്കിങ് സിസ്റ്റം എന്ന് പറയുന്നത് ഏർബൻ, സെമി അർബൻ, വില്ലേജ് ലെവൽ അല്ലെങ്കിൽ റൂറൽ ആയിട്ടുള്ള ഏരിയാസിലുള്ളവരെ പ്രൊമോട്ട് ചെയ്യാനാണ്. അവരുടെ അഗ്രികൾച്ചറൽ നീഡുകൾ, റീറ്റെയിൽ, മറ്റ് ബിസിനസ്സുകളെ ഇതാക്കാനുള്ളതാണ്. അതിൽ ഷോർട്ട് ടേം അഗ്രികൾച്ചർ പറയുമ്പോൾ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ആ ഒരു പേർപ്പസിനാണ്. പക്ഷേ ഏർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്ന് പറയുന്നത് നോൺ അഗ്രികൾച്ചറൽ പേർപ്പസിന് വേണ്ടിയിട്ട് സെമി അർബൻ ഏരിയയിലുള്ളവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സ്മോൾ ബോറോവേഴ്സ് അല്ലെങ്കിൽ ബിസിനസ്സുകൾക്ക് ലോണുകൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു എസൻസോടുകൂടിയാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ അവരുടെ സ്കോപ്പ് ഒത്തിരി എന്താ പറയുക, ഒരു കൺസിഡറബിൾ എക്സ്പാൻഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ദി ഏർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ക്യാൻ സ്പ്രെഡ് ഓപ്പറേഷൻസ് ടു അതർ സ്റ്റേറ്റ്സ് ആൻഡ് സച്ച് ബാങ്ക്സ് ആർ ഓൾസോ കോൾഡ് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്സ്. കോപ്പറേറ്റീവ് ബാങ്ക്സ് തന്നെ ഏർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് പല സ്റ്റേറ്റിൽ ആക്ട് ചെയ്യുന്നുണ്ട്, അവരുടെ ഓപ്പറേഷൻസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അത്തരം സിറ്റുവേഷനിൽ ആ ബാങ്കുകളെ നമ്മൾ എന്തെന്ന് വിളിക്കും? മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്ന് വിളിക്കും. ഇവരും നമ്മുടെ ബാങ്കിങ് റെഗുലേഷൻ ആക്റ്റും അതേപോലെ തന്നെ ബാങ്കിങ് ലോസ് ആക്ട് 1965 ഗവേൺഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ നമ്മൾ ഈ വീഡിയോനകത്ത് സംസാരിച്ചത് കോഓപ്പറേറ്റീവ് ബാങ്കിങ് സിസ്റ്റത്തിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഷോർട്ട് ടേം അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ലോങ് ടേം, പിന്നെ ഏർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ്. പിന്നെ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് ഓർത്ത് നോക്കി ഏതൊക്കെയാണ്? പബ്ലിക് സെക്ടർ ബാങ്ക്സ്, പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ആൻഡ് ഫോറിൻ ബാങ്ക്സ്. ഇനി ഒരു ടോപ്പിക്കും കൂടിയാണ് ടൈപ്സിൽ പറഞ്ഞാൽ കവർ ചെയ്യും, അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് നമ്മൾ കോമൺ ആയിട്ട് അറിയാവുന്ന തന്നെയാണ്, എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് അത് പറയാം. ഓക്കെ, സോ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കോമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഓക്കെ, താങ്ക് യു.